ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഇങ്ങനെ മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ് ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഇത് സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവൻ എഴുതുകയാണ്, അല്ലെ സബ്ജക്റ്റ് ആരാണ്? അവനാ ചെയ്യുന്നത്. കർത്താവ് എന്ന് മലയാളത്തിൽ പറയും സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കണം. ഓക്കെ, ആ സബ്ജക്റ്റിന്റെ കൂടെ ഒന്നുകിൽ ആം വയ്ക്കും, അല്ലെങ്കിൽ ഈസ് വയ്ക്കും, അല്ലെങ്കിൽ ആർ വയ്ക്കും. ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമാണ് ആം ഉപയോഗിക്കുക. ഈസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കും, ആറ് പ്ലൂരൽ. അപ്പൊ സിംഗുലർ പ്ലൂരൽ ആ രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. നമ്മൾ നേരത്തെയും കാണുകയുണ്ടായി, ഇംഗ്ലീഷിലെ വെർബിന്റെ ധാരാളം രൂപങ്ങളുണ്ട്. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ 4 വെച്ചുള്ള പരിപാടിയാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ ബേസ് ഫോമിന്റെ കൂടെ ING എന്നും കൂടി വയ്ക്കും. ING ആ 3 അക്ഷരങ്ങളും കൂടി കൂട്ടിച്ചേർക്കും. അതിന് ING ഫോം എന്ന് പറയാറുണ്ട്. ഒറ്റ വാക്കായിട്ട് എഴുതുക. റൈറ്റിന്റെ കൂടെ ING ചേർക്കുമ്പോൾ റൈറ്റിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്, അതാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്നത് ചോദ്യം, ഞാൻ എഴുതുകയാണോ, ഞാൻ എഴുതുകയാണോ. നേരത്തെയും കണ്ടു. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. ഇവിടെ നോക്കുക, ആം റൈറ്റിംഗ്, ഇതാണ് വെർബ്. ആം മാത്രമല്ല, ആം റൈറ്റിംഗ്, 2 വാക്കുണ്ട് വെർബിന്. ആം റൈറ്റിംഗ് എന്ന് പറയുമ്പോഴാണ് മലയാളത്തിൽ എഴുതുകയാണ്. നമുക്ക് ഒറ്റ വാക്യേ മലയാളത്തിൽ, എഴുതുകയാണ് ഒരു വാക്കാണ്. പക്ഷെ ഇംഗ്ലീഷിൽ 2 വാക്ക് ഉപയോഗിച്ചാലാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരു വാക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. അപ്പൊ 2 വാക്ക്, ആം റൈറ്റിംഗ്. അപ്പൊ ആം കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ മതി. ദാ കിടക്കുന്നു, ആം ഐ റൈറ്റിംഗ്, ആം ഐ റൈറ്റിംഗ്. പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. ആം ഐ റൈറ്റിംഗ് അല്ല, ആം ഐ റൈറ്റിംഗ്, ആം ഐ റൈറ്റിംഗ്. അപ്പൊ ചോദ്യമേ, ഞാൻ എഴുതുകയാണോ? നമുക്ക് ഇവിടെ നോക്കാം. ആം ഐ റൈറ്റിംഗ് എ സ്റ്റോറി, ആം ഐ റൈറ്റിംഗ് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയാണോ? ആം ഐ കട്ടിംഗ് എ ട്രീ, ഞാനൊരു മരം മുറിക്കുകയാണോ? ആം ഐ പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുകയാണോ? ആം ഐ ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ? ആം ഐ ക്ലീനിങ് മൈ റൂം, ഞാൻ എൻ്റെ മുറി ക്ലീൻ ചെയ്യുകയാണോ? ആം ഐ റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയാണോ? ആം ഐ ഡൂയിങ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ്, പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തി, ഒരാൾ മലയാളം പറയുന്നു, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ്, അങ്ങനെ ഓരോ വാചകവും 10 പ്രാവശ്യം വെച്ച് പറയണം. അത് മനസ്സിലാകത്തി പതിയും. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ആ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. അർത്ഥമുള്ള വാചകങ്ങൾ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. 2 വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. ക്വസ്റ്റ്യൻ, ആം ഐ റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണോ? ഇനി 2 വാചകങ്ങൾ കൂടി ഉണ്ട്. നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. സാധാരണ 4 വാചകങ്ങൾ നമ്മൾ ഇതുപോലെ കാണും. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണേ. അതിൽ പുതിയ വാക്കുകൾ പഠിക്കുക. ഈ 4 ഫോംസ് ഇവനറിഞ്ഞിരിക്കണം, ഈ 4 അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില്
എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് 3 ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ. നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോമും കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. ക്വിറ്റ്, ക്വിറ്റ്, ക്വിറ്റ്. bet, bet, bet. hit, hit, hit. split, split, split. set, set, set. herd, herd, herd. spread, spread, spread. host, host, host.
telecast, broadcast, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിഒ ഇഡിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ, കോൾഡ്, കോൾഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, വാക്ക്, വാക്ട്, വാക്ട്, പ്രേ, പ്രേഡ്, പ്രേഡ്, ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്, jump, jumped, jumped, close, closed, closed, open, opened, opened, study, studied, studied, lie, lied, lied, help, helped, helped, respect, respected, respected, accept, accepted, accepted, ask, asked, asked.